എന്റെ വോട്ട് കിട്ടൂലേ? എന്റെ വോട്ടാൻ തരാം, പക്ഷെ വീട്ടുകാരുടെ വോട്ട് ചോദിക്കന്നെ വേണല്ലോ. അമ്മച്ചിയെ, അമ്മച്ചിയോ ഇവിടെ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു നാട്ടടപ്പ് അല്ലേ? ആണേ. അല്ല, ഈ പെട്ടെന്നില്ല ഈ മാറ്റം ഇങ്ങനെ കണ്ടപ്പോഴേ ചോദിച്ചു എന്നുള്ളൂ. വരി വരി വരി, ഇരിക്കി. ഓ, ഞാൻ സ്നേഹത്തോടെ പറഞ്ഞെങ്ങനെ നമ്മൾ ഇരിക്കാതിരിക്കല്ലേ. അല്ല, എന്തൊരു പതിവില്ലാതൊരു വെള്ളിയും വെള്ളിയൊക്കെ ആയിട്ട്. അപ്പൊ ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല, ഞാനിപ്പോ സ്വതന്ത്രനല്ലേ? അയ്യേ, അതല്ല, അതൊക്കെ സെറ്റപ്പാ. ഞാൻ ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷനല്ലേ ആരുടെയും സപ്പോർട്ടില്ലാതെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട്. ഈ മത്സരിക്കേ? ഈ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നാട്ടിലെ ആളുകളെ കൂടെ ഇറങ്ങി എന്തെങ്കിലും ഒരു പരിചയം എനിക്കുണ്ടോ? അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ? എടാ, ഇതൊന്നും വേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്. വിവരവും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, പിന്നെ ഈ പറഞ്ഞ ഒരു തേങ്ങാക്കൊലയും വേണ്ട. പിന്നെ ഇതൊക്കെയുള്ള നല്ല അടിപൊളി രാഷ്ട്രീയ പ്രവർത്തകർ വേറെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. അപ്പൊ നീ കോഴിക്കാട്ടത്തിന്റെ ബിസിനസ് ഒക്കെ നിർത്തി നായിക്കാട്ടത്തിന്റെ ബിസിനസ് തുടങ്ങി? ഇതൊരു മതി ആക്കിയല്ലേ പിന്നെ? അതല്ല, ഞാനതിങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതെ, നീ കഴിഞ്ഞ കാര്യങ്ങളൊന്നും വെറുതെ ഓർമ്മിക്കരുത്. കോഴിക്കാട്ടം ഞാനിപ്പോ പുതിയൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയ. അത് ഏത് മേഖല? പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മേഖല രാഷ്ട്രീയം. അതാണ്. അപ്പൊ ഇത് പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഇത് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നല്ലാതെ, നമ്മുടെ നാടിന്റെ വികസനം ഇങ്ങനെ പോയാ പോരാ. ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ചാൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഞാൻ കൊണ്ടുവരും. എന്ത് മാറ്റാണ് കൊണ്ടുവരുന്നത്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലെ റോഡുകൾക്കൊന്നും ഈ ഒരു കണ്ടീഷൻ പോരാ. നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് റോഡിൽ വരെ കാല് കുത്താൻ തോന്നാൻ പാടുള്ളൂ. അപ്പൊ മാർബിൾ ഇടേണ്ടി വരും. നല്ല സജഷൻ, ആലോചിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ജിമ്മ് കൊണ്ടുവരാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് തന്നെ ഒരു കരണ്ടിന്റെ ശ്മശാനം വേണ്ടി വരും. പിന്നെ വീട് കൂടെ മദ്യം എത്തിക്കാനുള്ള ഏർപ്പാട് നോക്കുന്നുണ്ട് അല്ലേ? പിന്നെ അല്ലാതെ, അതല്ലേ നമ്മുടെ പ്രധാന അജണ്ട. ഈ വീട്ടില് എത്ര വോട്ടർമാരുണ്ട്? ഒരു 5-6 വോട്ടുണ്ട്. ഈ 6 വോട്ട് എനിക്ക് തന്നാലേ എന്റെ വീട്ടില് ഒരു ലോഡ് കോഴിക്കാട്ടിരിക്കുന്നുണ്ട്. കോഴിക്കാട്ടെന്തിന്? അത് വിറ്റിട്ട് അതിന്റെ പൈസ മുഴുവൻ ഞാൻ നിനക്ക് തരാം. ആരോടും പറയണ്ട. പൈസ എന്നിട്ടുള്ള ഏർപ്പാടൊന്നും വേണ്ട. വോട്ടല്ലേ, അത് ഞാൻ എന്താ വേണ്ട ചെയ്യണം. അല്ല, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെ ചിഹ്നം ഏതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് ചിഹ്നാണ്? ഇതിന്റെ ചിഹ്നാണ്. എന്ത് ചിഹ്നം? പയം. പയം? ആ, പയം ഇതിന്റെ ചിഹ്നാണ്. പയല്ല, പഴം. അങ്ങനെയും പറയാം. പഴം. ഇതേ മോനെ പിടിച്ച നമ്മുടെ ചിഹ്നം. നമ്മുടെ ചിഹ്നം ഇത് മോനെ പിടിച്ചോ. നമുക്ക് വോട്ട് പിടിക്കുമ്പോ കാണിക്കാം കേട്ടോ. അല്ലേ, നമുക്ക് തൊരി കാണിച്ചാൽ പോരെ? തൊരി കാണിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചു. നീ ഒരു ഒത്ത രാഷ്ട്രീയക്കാരനാണ്. ഒരു വീട്ടിലേക്ക് എങ്ങനെ കയറി വരണം, ആളുകളായിട്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെ കൈയിട്ട് വാരണം, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ മറക്കണം. നീ ഈ പഞ്ചായത്തിന്റെ മുത്തട. ഞാൻ പൊളിക്കും.